today we can study bilingual method and some of the humanistic approaches. Okay. So first of all, we can go to bilingual method. From that name itself, it's clear that this particular method has two languages involved in it, that is L1 and L2. അപ്പോൾ രണ്ട് ലാംഗ്വേജസ് ഉണ്ടാവും. ആ രണ്ട് ലാംഗ്വേജസും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മീൻസ് ഒരു നമ്മുടെ മദർ ടങ്ങും അതുപോലെ തന്നെ നമുക്കൊരു അഡീഷണൽ ലാംഗ്വേജ് മീൻസ് നമ്മുടെ ടാർഗറ്റ് ലാംഗ്വേജും നമ്മൾ പരസ്പരം മാറി മാറി യൂസ് ചെയ്തുകൊണ്ട് പഠിക്കുന്ന രീതിയാണ് ബൈലിംഗ്വൽ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ദർ ഈസ് an L1 and an L2, ലാംഗ്വേജ് 1 ആൻഡ് ലാംഗ്വേജ് 2, നേറ്റീവ് ലാംഗ്വേജും അതുപോലെ ടാർഗറ്റ് ലാംഗ്വേജും. അതാണ് ബൈലിംഗ്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു മസ്റ്റ് ബി ഫെമിലിയർ, ദറ്റ് ഈസ് 2 languages, and this particular method was developed by C.J. Dodson around 1960s and 1970s, and the aim was to achieve proficiency in 2 or more languages. നമുക്ക് പരമാവധി ലാംഗ്വേജസിൽ ആ ഒരു കോമ്പിറ്റൻസ്, ഒരു പ്രൊഫഷൻസി ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഉള്ളൊരു മെത്തേഡാണ്. ആൻഡ് ദെൻ ഇൻ ദിസ് പെർട്ടിക്കുലർ മെത്തേഡ് ദ സ്റ്റുഡൻസ് ലേൺ ഗ്രാമാറ്റിക്കൽ റൂൾസ് ആൻഡ് ദെൻ അപ്ലൈ ദോസ് റൂൾസ് ബൈ ട്രാൻസ്ലേറ്റിംഗ് ബിറ്റ്വീൻ ദ ടാർഗറ്റ് ലാംഗ്വേജ് ആൻഡ് ദ നേറ്റീവ് ലാംഗ്വേജ്. നൗ ദ ടീച്ചർ ഗിവ്സ്, എന്താണ് ടീച്ചർ ചെയ്യുന്നത്? ടീച്ചർ ഗിവ്സ് സം മദർ ടങ് ഇക്വലൻസ്. ഓക്കെ, എന്തിന്? ദറ്റ് ഈസ് ദ വേർഡ്സ് ആൻഡ് സെൻറ്റൻസസ്. നമ്മൾ ഏത് ലാംഗ്വേജാണ് പഠിക്കേണ്ടത് ആ ലാംഗ്വേജിന് ഇങ്ങനെ ഈക്വലായിട്ട് വരുന്ന മദർ ടങ്ങിൽ വരുന്ന ആ ഒരു ലാംഗ്വേജസ്, ഐ മീൻ വേർഡ്സും സെൻറ്റൻസസൊക്കെ ടീച്ചേഴ്സ് പറഞ്ഞു കൊടുക്കും. അങ്ങനെയാണ്. സോ ദ എയിം വാസ് ടു ഡെവലപ്പ് ഫ്ലുവൻസി ഇൻ സ്പീക്കിംഗ് ആൻഡ് അണ്ടർസ്റ്റാൻഡ്. ദിസ് പർട്ടിക്കുലർ മെത്തേഡ് ഈസ് easy, it's helpful to understand the concepts and ideas clearly. കാരണം ഡയറക്റ്റ് മെത്തേഡിലൊക്കെ നമുക്കറിയാം there is no involvement of L1. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഈ കോൺസെപ്റ്റുകളും റൂൾസും ഐഡിയാസും കിട്ടാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ in this case, in bilingual method, there is much clarity in conveying ideas and concepts. Now എങ്ങനെയാണ്? that is the use of language habits that ഓൾറെഡി അക്വയർഡ്. അതിന് വേണ്ടിയിട്ടാണ് കുട്ടികൾക്ക് ഈ എക്സാമ്പിളൊക്കെ കൊടുത്ത് അവരത് മനസ്സിലാക്കി പഠിച്ച് അതിന് തുല്യമായി ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് മലയാളം ആണെന്നുണ്ടെങ്കിൽ മലയാളത്തിൽ അതിന് തുല്യമായി എങ്ങനെ വരുന്ന മീനിങ് ഒക്കെ നമ്മൾ മലയാളത്തിൽ പറഞ്ഞു കൊടുക്കാറില്ല, അതുപോലെ തന്നെ. പക്ഷേ അപ്പോൾ നിങ്ങൾ തോന്നും യു മസ്റ്റ് ഹാവ് സം കൈൻഡ് ഓഫ് ഡൗട്ട്സ്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് ആൻഡ് ദിസ് ബൈലിംഗ്വൽ മെത്തേഡ്. അപ്പോൾ ഇതിൽ നമ്മൾ ഡിഫറൻസ് എന്ന് പറയുന്നത്, നമ്മൾ റിട്ടൺ നമ്മുടെ ക്ലാസിക്കൽ മെത്തേഡ് അല്ലെങ്കിൽ ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡിൽ റീഡിങ് റൈറ്റിംഗ് എന്നുള്ളതിന് തന്നെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ബട്ട് ഇൻ ബൈലിംഗ്വൽ മെത്തേഡ് ഓറൽ സ്കിൽ അല്ലെങ്കിൽ സ്പോക്കൺ ലാംഗ്വേജ് അതിന് ആണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ദാറ്റ് ഈസ് ദ മേജർ ഡിഫറൻസ്. ആൻഡ് ദെൻ പ്രത്യേകിച്ച് എങ്ങനെയാണ് ഇപ്പോൾ ഇന്ത്യ പോലെയൊക്കെയുള്ളൊരു കൺട്രിയിൽ വരുന്ന സമയത്ത് ദിസ് പെർട്ടിക്കുലർ മെത്തേഡ് ഈസ് എംപ്ലോയ്ഡ് ഇൻ ദ ക്ലാസ് റൂംസ്. ആൻഡ് ഹിയർ ദർ ആർ ത്രീ പീസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇതിലുണ്ട്. ദറ്റ് ഈസ് പ്രസൻറ്റേഷൻ. നമ്മുടെ മെത്തേഡ് ക്ലാസ്സിൽ ഇതിനെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയാണ്: പ്രസൻറ്റേഷൻ, പ്രാക്ടീസ്, പ്രൊഡക്ഷൻ. പ്രസൻറ്റേഷൻ, പ്രാക്ടീസ്, പ്രൊഡക്ഷൻ. These are the 3 traditional P's related to bilingual method. Now ഇന്ത്യൻസിൻ്റെ കാര്യം പറഞ്ഞാൽ, ഇന്ത്യൻസ് ആർ ആക്ച്വലി സ്കൂൾ മെയ്ഡ് ബൈലിംഗ്വൽസ്. നമ്മളെ മദർ ടങ്ങിലാണ് ജനിച്ച് സംസാരമൊക്കെ തുടങ്ങി അങ്ങനെ നമ്മൾ ആ ഒരു ലാംഗ്വേജ് ചെയ്യുന്നുണ്ടെങ്കിലും പിന്നെ നമ്മൾ സ്കൂളിൽ ചെല്ലുമ്പോഴാണ് നമുക്ക് അടുത്ത ലാംഗ്വേജിലേക്ക് നമ്മൾ എത്തുന്നത്. So we are basically bilingual, school made bilinguals. Okay, Indians. Now we can see some other aspects. Now there are 2 types of bilinguals. രണ്ട് തരത്തിലുള്ള bilinguals ഉണ്ട്. That is compound bilingual and coordinated bilinguals.
Oh, compound bilingual is someone who thinks in their native language and then translates it to the another. That is compound or interdependent bilingual. Okay. Now, who is coordinated or independent bilingual? That is a bilingual who can think and express as well in both languages. രണ്ട് ഇപ്പം നമ്മൾ നല്ലൊരു കോർഡിനേറ്റർ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ബൈലിംഗ്വൽ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ദാറ്റ് പേഴ്സൺ ക്യാൻ ഈവൻ തിങ്ക് ആൻഡ് ഈവൻ എക്സ്പ്രസ് that is possible for an independent bilingual or coordinated bilingual. But for a compound bilingual, they must think in their native language, in one language, and then later on they have to translate these ideas into the other language. അപ്പോൾ രണ്ട് ലാംഗ്വേജും അറിയുന്നുണ്ടാകും. പക്ഷേ all of English speakers or any bilinguals എങ്ങനെയാണ് അവർക്കൊക്കെ they may not be able to think in English, as we know that it's not possible for some of them to convey their thoughts, even they think in English, because basically we people are tend to think in our own language. So there is a kind of proficiency to be achieved to be a coordinated or independent bilingual. Okay, now അതിൽ വരുന്ന വേറൊരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഡ് ആൾട്ടറേഷൻ ആണ്. What do you mean by code alteration? Code alteration means the way how people mix up both the languages. That is, എങ്ങനെ കോഡ് സ്വിച്ചിങ്ങിൻ്റെ സമയത്ത് this native language and second language, see all the time there is a switching, there is a change, I mean mixing. അപ്പോൾ രണ്ട് രീതിയിൽ അത് സംഭവിക്കുന്നത് കോഡ് ആൾട്ടറേഷൻ, കോഡ് സ്വിച്ചിങ്, കോഡ് മിക്സിങ്. So what is code switching? Code switching means that a person, whenever he speaks the language or whenever he uses the language or expresses a language, in between he uses this both he can say a sentence in English and then he can say a sentence in Malayalam, and then he can go on using these both languages simultaneously. അതിനാണ് കോഡ് സ്വിച്ചിങ് എന്ന് പറയുന്നത്. മീൻസ് ഒരു സെൻറ്റൻസ് നമ്മൾ ജസ്റ്റ് ലൈക്ക് ഹൗ വി സ്പീക്ക്, ലൈക്ക് വി സ്പീക്ക് ഇൻ ഇംഗ്ലീഷ് ആൻഡ് സഡൻലി വി സേ വി ക്യാൻ സ്വിച്ച് ടു ദ അതർ ലാംഗ്വേജ്, മലയാളത്തിലേക്ക് പോകുന്നു. ദെൻ വി കം ബാക്ക് ടു ദിസ് ലാംഗ്വേജ് ദറ്റ് ഈസ് ഇംഗ്ലീഷ്, ആൻഡ് ദെൻ പിന്നെ നമ്മൾ മലയാളത്തിലേക്ക് പോകുന്നു. അങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ അങ്ങനെ വരുന്നതിനാണ് കോഡ് സ്വിച്ചിങ് എന്ന് പറയാം. സോ വാട്ട് ഈസ് കോഡ് മിക്സിങ്? കോഡ് മിക്സിങ് ഈസ് ലൈക്ക് നമ്മളിപ്പം ഐ തിങ്ക് ഇതൊക്കെ ഓക്കെയാണ്, അതാണ് അതിൻ്റെ ഒരു എക്സാമ്പിൾ. മീൻസ് എന്താണ്, നമ്മൾ ഒരു സെൻറ്റൻസിൻ്റെ അകത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യും, പല പല രീതിയിൽ നമ്മൾ ഇതിനെ മാറ്റും. മീൻസ് നമ്മളൊരു ലാംഗ്വേജിൽ വി സ്റ്റാർട്ട് സ്പീക്കിംഗ് ഇൻ എ ലാംഗ്വേജ് ആൻഡ് പിന്നെ നമ്മൾ പറയുന്നത് മലയാളത്തിൽ, ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ. ദാറ്റ് ഈസ് അങ്ങനെ ഒരു മിക്സിങ്, ദാറ്റ് ഈസ് കോഡ് മിക്സിങ്. അപ്പോൾ കോഡ് സ്വിച്ചിങ് ആൻഡ് കോഡ് മിക്സിങ്. കോഡ് സ്വിച്ചിങ് മീൻസ് ദാറ്റ് വി സേ എ കംപ്ലീറ്റ് സെൻറ്റൻസ് ഇൻ ഇംഗ്ലീഷ്, പിന്നെ നമ്മൾ മലയാളത്തിൽ പറയുന്നു. Code mixing means that we mix up English into our language or vice versa. രണ്ട് രീതിയിലും വരാം, അങ്ങനെയാണ്. അപ്പോൾ കോഡ് മിക്സിംഗ് ഉണ്ട്, കോഡ് സ്വിച്ചിങ് ഉണ്ട്. അത് നിങ്ങൾ നന്നായി മനസ്സിലാക്കുക. അപ്പോൾ നമ്മളതുപോലെ നമ്മൾ ഒരു സെൻറ്റൻസ് ഒക്കെ പറയില്ലേ, നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത്, എസ്പെഷ്യലി ഇപ്പോൾ നമ്മൾ രഞ്ജിനി ഹരിദാസിനെയൊക്കെ പോലെയുള്ള അവരൊക്കെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ നമുക്കറിയാമല്ലോ, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കോഡ് മിക്സിങ്ങും കോഡ് സ്വിച്ചിങ്ങും, ചില സമയങ്ങളിൽ കോഡ് മിക്സിങ് ആയിരിക്കും, ചില സമയത്ത് കോഡ് സ്വിച്ചിങ് ആയിരിക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ അത് ഒരു ബൈലിംഗ്വലിൻ്റെ പ്രത്യേകതയാണ്. അങ്ങനെയുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ട്. കോഡ് ആൾട്ടറേഷൻ എന്നാണ് അതിന് പറയുന്നത്. ഓക്കെ, നൗ this particular, that is bilingual method is a teacher centered. Of course it's a teacher centered method, and then there is a pattern practice. Teachers don't have much difficulty. Teacher doesn't face any difficulty or challenge in her classroom. Karanam enda, there is no burden on her, because basically she is giving some kind of practices, some kind of examples, presentation, and then they are producing it, practicing and producing it. So it's not a challenge at all. അതിൽ വരുന്ന activities ഇങ്ങനെയൊക്കെയാണ്: question answers,
translation activities, textbook related textbook is there. Okay, for this particular method a textbook is employed, as we know that is basically what we do in our classes. Usually in our classes we just use bilingual method. Okay, fine, that's it. Now we have the other one, that is humanistic approaches. So that's all about bilingual method. Now we can go to the humanistic approach.